ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രൈസ് ആക്ഷൻ കോഴ്സുകൾ അങ്ങനെയൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെ പ്രൈസിന് മൂവ് ചെയ്യാം. ഉണ്ടോ? ഒന്ന് അപ് ട്രെൻഡ്, പ്രൈസിന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡായിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് സൈഡ് വേസ് ഓർ റേഞ്ചിങ് മാർക്കറ്റ് എന്ന് പറയും. പ്രൈസ് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഒരു റേഞ്ചിങ് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുന്നതിനെയാണ് റേഞ്ചിങ് മാർക്കറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രെൻഡ് മാർക്കറ്റ് ആണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ബൈസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് സെല്ലിന് വേണ്ടി ആണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം സെല്ലിംഗ് പ്രോബബിലിറ്റി ആണ് അവിടെ കൂടുതൽ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും? ബൈ ചെയ്യോ സെല്ല് ചെയ്യോ? നോർമലി ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് അതിന്റെ ട്രെൻഡ് ഷിഫ്റ്റ് ആകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ട്രെൻഡ് ചേഞ്ച് ആവുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ക്യാൻഡിൽസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ലോ, ക്ലോസ് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റേഞ്ചിങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് പോലെ ഫോം ചെയ്തേക്കുന്ന കണ്ടോ? ഇതിനെയാണ് റേഞ്ചിങ് അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമേഷൻ നമ്മൾ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ക്ലിയർ ട്രെൻഡ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ നമുക്ക് ചെയ്യാനുള്ളത്. സൈഡ് വൈസ് മാർക്കറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് മാർക്കറ്റ് എന്തായാലും ഓപ്പർച്യൂണിറ്റി തന്നിരിക്കും. ആ ഓപ്പർച്യൂണിറ്റി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് 90% ആൾക്കാരും മാർക്കറ്റിൽ ലോസ് തന്നെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് സ്ട്രാറ്റജി ഇല്ലാത്തതിന്റെ അല്ല. ഇവരുടെ മെയിൻ ആയിട്ട് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ഇല്ല. നമ്മുടെ പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല. ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ട്രേഡ് ചെയ്യുമ്പോൾ നോക്കുന്നുണ്ടോ, അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വൈസ് ആണോ, ഇതൊന്നും നോക്കില്ല. ചുമ്മാ റാൻഡം ആയിട്ട് എൻട്രി കയറും. കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂളും ഒരു സിസ്റ്റവും ഫോളോ ചെയ്യാതെ ഒരിക്കലും നമ്മൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകില്ല. ഒരു തിയറി ഉണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, ലോസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലോസ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ 90% ആൾക്കാരും ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലൻസ് ഒരു 10% ആൾക്കാരുണ്ടല്ലോ, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 90% ആൾക്കാർ ചെയ്യുന്നതൊന്നും ഇവർ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ വ്യത്യസ്തപരമായിട്ടാണ് ഇവരുടെ പെർസ്പെക്റ്റീവും ഇവരുടെ വ്യൂ പോയിന്റും ഒക്കെ. അതുകൊണ്ടാണ് ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എൻട്രി സോൺ ആയിരിക്കും. എൻട്രി എടുക്കുന്ന സോൺ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.